എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഞാൻ ടോക്ക് വിത്ത് കുക്കിംഗ് ചലഞ്ച് നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ഇന്ന് ചെയ്യുകയാണ് ഗൈസ്. സോറി അമ്മൂട്ടി, സോറി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഗ്യാങ് ടോക്ക് കുക്കിംഗ് ആണ്. ഇന്ന് നമ്മൾ നേരെ കിച്ചണിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. കിച്ചണിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഗെയിം ചലഞ്ച്. നമ്മൾ ഇന്ന് ഒരു ഗെയിം പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെ. ഇനി നമുക്ക് എല്ലാ വീഡിയോയിലും ഒരു ഗെയിം ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമ്മൾ ചലഞ്ചിനപ്പുറം നമുക്ക് കൂടുതൽ ഗെയിംസ് ഉപയോഗിക്കാം. എങ്ങനെയുണ്ടോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഗ്യാങ് ടോക്ക്. കമന്റ് കണ്ടിരുന്നു. അപ്പൊ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇന്ന് സമയം കിട്ടി. ഇന്നാണ് ആ സമയം. ഇന്ന് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് കിച്ചണിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാങ് ടോക്ക് ആണ്. ഗ്യാങ് ടോക്കിനപ്പം വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമുക്ക് വെൽക്കം ചെയ്ത് തരാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേന് എന്തായിരിക്കണം അമ്മൂട്ടി? നല്ല ചൂടൊക്കെ അല്ലേ? ജ്യൂസ്. അതായത് ഞങ്ങളിപ്പം അമ്മുവിന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ നല്ല ചൂട് സമയമാണ്. അപ്പൊ നമുക്ക് നല്ല വാട്ടർ മെലൻ ജ്യൂസ് ആക്കിയാലോ? യെസ്. അപ്പൊ ഈ വാട്ടർ മെലൻ ജ്യൂസ് ആക്കുന്നതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതാണ് ടാസ്ക് കേട്ടോ. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ മെലൻ ജ്യൂസ് അമ്മു ആക്കുകയാണ്. അമ്മു എനിക്ക് ആക്കി തരണം ഈ ചൂട് കാലത്ത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനൊരു ടാസ്ക് കൂടെ തരികയാണ്. അതായത് നീ എനിക്ക് ആക്കി തരുന്ന വാട്ടർ മെലൻ ഞാൻ കുടിച്ചതിന് ശേഷം നീയും കുടിക്കുമെന്ന് എനിക്ക് ഈ വീഡിയോയുടെ ഇപ്പൊ നീ എനിക്ക് ഉറപ്പ് തരണം. ഷെയറിംഗ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തല്ലേ. അപ്പൊ ഇതും ഷെയർ ചെയ്യണം. അതിന് ഇവർക്ക് അതായത് ഇവർക്ക് എന്താണെന്നറിയോ ഇതിന്റെ പ്രശ്നം? അതായത് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഗ്യാങ് ടോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ. പക്ഷേ ഗ്യാങ് ടോക്ക് ഒക്കെ അമ്മു ആണ് ചെയ്യുന്നത്. അമ്മു അതില് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നത്, അതായത് ഈ ജ്യൂസ് ആക്കാൻ വേണ്ടിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മതി. പക്ഷെ ആ സാധനങ്ങള് ഞാൻ ആണ് അമ്മുവിനെ എടുത്തു കൊടുക്കുക ജ്യൂസ് ആക്കാൻ വേണ്ടി. പക്ഷെ ആക്കി കൊടുക്കുമ്പോഴത്തേന് കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൈൻഡ് ഫോൾട്ടഡ് ആയിട്ടായിരിക്കും ഞാൻ എടുത്തു കൊടുക്കുക. ഇതെല്ലാം കുടിക്കുന്നത് ടെൻഷനാണ്. അതാണ് ഏറ്റവും വലിയ ചടങ്ങ് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ തുടങ്ങിയപ്പോഴത്തേന് പണി ഇവക്ക് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇവള് പറഞ്ഞു ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോ തന്നെ ആദ്യം ഇതിന് ഈ ജ്യൂസ് കുടിക്കേണ്ട കടമ എനിക്കാണെന്ന്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ കുക്കിംഗ് ചലഞ്ചിലേക്ക് പോവാണ്. നീ കുടിച്ചോണം, അതാണ് സഹിക്കാൻ മേലാത്ത. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അങ്ങനത്തെ നമ്മള് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. സാമ്രാജ്യത്തിലേക്ക്, അമ്മുവിന്റെ സാമ്രാജ്യം. പക്ഷെ ഇതിനകത്ത് ഇന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഫുഡ് അല്ല ജ്യൂസ് റെഡിയാക്കുന്നത് അല്ലെ. നീ എന്തൊന്നും ഉണ്ടാക്കുന്നത് കിച്ചണിൽ കയറിയപ്പോ? അതായത് നമ്മള് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടാണ് ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ എന്തൊക്കെയാണ് ഒരു ജ്യൂസ് അടിക്കുന്ന സാധനങ്ങളാണ് ഗൈസ്. നിങ്ങൾ ഇത്ര സാധനങ്ങളാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതായത് നിങ്ങൾ വിചാരിക്കും ഇത്രയും സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. വളരെ കുറച്ചേ ഉള്ളൂ. പഞ്ചസാര, ഷുഗർ, യെസ്, ഉപ്പ്, സോൾട്ട്, മുളക്, അതിനെന്താ പറയാ, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ബാക്കി ഇംഗ്ലീഷ് വരുന്നില്ല, മുളക്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. പിന്നെ അതെ, 2 തണ്ണിമത്തൻ. അപ്പൊ ഇതാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആക്കിയാൽ പോലെ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ഇതിന് നമ്മുടെ ഈ ഒരു ഗെയിമിനൊരു ഇൻട്രസ്റ്റിംഗ് വരത്തില്ലല്ലോ. അപ്പൊ ബ്ലൈൻഡ് ഫോൾഡ് ഞാൻ ചെയ്യുന്നു. അമ്മു എന്നോട് ഇതെല്ലാം കാണുമ്പോ ഇവര് വിചാരിക്കും ഇതൊക്കെ എന്തിനാന്ന്. പക്ഷെ ഇത് രണ്ടുപേരും പാർട്ട്നേഴ്സ് ആയിട്ട് കുടിക്കണം. എന്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ വാട്ടർമെലൻ ജ്യൂസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഇവിടെ എന്നോട് ഓരോ സാധനങ്ങൾ എടുത്തു തരാൻ പറയും. അത് ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഓരോന്ന് എടുത്തു കൊടുക്കണം. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്റെ പണി കിട്ടും. ഇത് മൊത്തം കുടിക്കേണ്ടത്
നീച്ചന്മാർ. പക്ഷെ നിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? അപ്പൊ ഗ്യാങ് ടോക്ക് ചെയ്യുമ്പോഴത്തേന് എനിക്ക് എത്രത്തോളം മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ലക്ഷ്യം ഇത് കറക്റ്റ് ആയിട്ട് എടുക്കുക. നിനക്ക് ഇത് കറക്റ്റ് തിരിച്ചൊക്കെ വെക്കാം കേട്ടോ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി? അപ്പൊ ആദ്യം നമുക്ക് അമ്മുവിനെ ഗ്യാങ് ടോക്ക് ചെയ്യാം. അപ്പൊ അമ്മുവിനെ നമുക്കൊന്ന് മൗത്തൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്നത്തെ പോലെ യെസ് സംസാരിച്ച് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കിട്ട് കേട്ടണം, റെഡിയാക്കാം. ഇനി ഒന്ന് ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചു. ഇനി ഒന്ന് പറഞ്ഞേ. യോ കാറ്റ് മാത്രമല്ലേ, ഞാൻ ഇങ്ങനെ കേൾക്കാനാ. ഇവ ഒന്നും മനസ്സിലാവും. ഇപ്പൊ ഓക്കെ ആണോ? ശ്വാസം കിട്ടുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും പറയണേ, മൂക്കോണ്ട് ഇതാക്കെങ്കിലും വേണ്ടേ? ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഒരു ഇച്ചിരി ഷുഗർ തരാമെന്ന്. ഓക്കെ. അപ്പൊ ഇനി എന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോണോ ഫോണും വേണമെന്നോ? ഇവിടെ എന്തൊക്കെയാ ഗൈസ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായി. സാധനം അറിയുന്ന അത് കണ്ണടക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. അപ്പൊ നീ പോയിട്ട് ഷോ എടുത്തിട്ട് വന്നിട്ട് എന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും. ഇവർക്ക് ഇപ്പൊ നമുക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുള്ള നമ്മുടെ കുക്കിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ് അല്ലെ. അപ്പൊ റെഡി, തുടങ്ങിയോ? ഞാൻ ഇപ്പോഴേ എന്തിനാ കണ്ടുകൂട്ടുന്നത്? ആയോ? കിട്ടിയോ? ഓക്കെ, ടൈറ്റ് ആയിക്കോ. ഓക്കെ. ആയോ? ഇന്ന് വല്ലാത്ത കെട്ടാണല്ലോ റെഡി കിട്ടിയത്. എവിടെയാ നിൽക്കണ്ടേ? എന്നെ കറക്റ്റോട് കണ്ടു, പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോയിരിക്കണ്ടേ? എവിടെ? നീ എന്തായി പറയുന്നത്? ഇപ്പൊ എന്താ ചെയ്യുന്നേ? എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്? ഗ്ലാസിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നത്. ഞാൻ ഗ്ലാസ് ആയതുകൊണ്ട് തൊട്ട് കാണിക്കാം. ആ സാധനം നീ എടുത്താൽ മതി കേട്ടോ. റെഡിയാണോ? ഞാൻ വരട്ടെ? ഞാൻ ഇങ്ങോട്ടാ വരട്ടെ? എവിടെ 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 ഏതിന്? എങ്ങോട്ട്? ഇവിടെ അല്ലേ? ഓക്കെ. അപ്പൊ അമ്മു ഗ്യാങ് ടോക്ക് റെഡി ആയി നിൽക്കുകയാണ്, ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുക്കിങ്ങിന് തുടങ്ങാൻ വേണ്ടി പോയിട്ടോ. നിങ്ങളുടെ ആഗ്രഹം പോലെ നമ്മളിതാ തുടങ്ങിയാണ്. നമ്മൾ ഇനി കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്തിട്ടാന്ന് ആരും പറയണ്ടല്ലോ. നമ്മുടെ ജ്യൂസ് നീ റെഡിയാണോ? നീ നമ്മള് വീഡിയോ തുടങ്ങിയതുപോലെ വീഡിയോ നമ്മൾ അപ്പം തുടങ്ങി. അപ്പൊ ഞാൻ നിന്നോട് കാര്യം പറഞ്ഞു, പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ ജ്യൂസ് അവസാനം നീയും കുടിക്കണം എന്ന് നീ പറയും. നമുക്ക് ഇവിടെ പലരെയും ടെസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കാം. എല്ലാം കൂടി ഈ ജ്യൂസ് അവസാനം നീ എന്ത് പറയും? ഓക്കെ, തുടങ്ങാം. അപ്പൊ നമ്മളെ ജ്യൂസ് ആക്കാൻ വേണ്ടി പോയിട്ടുള്ള പരിപാടി തുടങ്ങിയാണ്. ബാറ്റർ മെലൻ ജ്യൂസ് റെഡി. അപ്പൊ ഞങ്ങള് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, തുടങ്ങാം. അപ്പൊ നീ മെയിൻ ഷെഫ് പറഞ്ഞോളൂ. ഏത് ബൂട്ടാക്കിയോ? മനസ്സിലായില്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുക്കാനാണോ പറയുന്നത്? ഏത്? എന്നാ വത്തക്ക ബാറ്റർമേൻ? അത് ഞാൻ ഇതിന്ന് കാണിച്ചു തരണം. അത് നീ തന്നെ എടുത്തോ, കാരണം അതിനകത്തുനിന്ന് ഈ ഭാഗത്ത് എവിടെയോ ആണ്. എത്ര വാട്ടർമെലൻ എടുത്തോ? എന്നോടാണോ അവരോടാണോ പറയുന്നത്? അവരോട് പറയുന്നോ? പറഞ്ഞോ. ഓക്കെ എന്നോട് പറഞ്ഞു കാര്യമില്ല.
മനസ്സിലായില്ലേ അമ്മൂടി എന്നെ പറഞ്ഞു ആ പഞ്ചസാര ഇതിനകത്തുനിന്ന് ഇപ്പൊ ഞാൻ പഞ്ചസാര എടുക്കണല്ലേ ഞാൻ ആദ്യം വന്നപ്പോഴത്തെ ഈ ഭാഗത്ത് എവിടെയോ ആയിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നല്ലോ ഒന്നും തൊട്ട് നോക്കുന്നില്ല പഞ്ചസാര ഇല്ല പഞ്ചസാര ഇത് തന്നെ എന്നാ പഞ്ചസാര കറക്റ്റല്ലേ ഇത് കറക്റ്റല്ലേ ഓക്കെ ഇനി എന്താ വെള്ളം ഇതിനകത്തുണ്ടോ ഐസ് ക്യൂബ് അല്ലേ ഐസ് ക്യൂബ് അല്ലേ വെച്ചിരുന്നേ ഇവിടെ എവിടെയോ ആയിരുന്നു ഐസ് ക്യൂബ് ഇത് ഐസ് ഇല്ലല്ലോ ദൈവമേ എന്തോ നീ എടുത്തു വെച്ചത് പഞ്ചസാര കിട്ടില്ല ഓ അപ്പൊ നേരത്തെ എടുത്തെന്താ ഇപ്പൊ ഐസ് ക്യൂബ് കറക്റ്റ് ആയി അതെനിക്ക് എന്തായാലും രക്ഷപ്പെട്ടു അപ്പൊ ഇത് പഞ്ചസാര വേണല്ലേ അപ്പൊ ആദ്യം ഇട്ടത് എന്തായിരുന്നു ദൈവമേ എന്തൊരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് പഞ്ചസാര വന്നില്ല അപ്പൊ അതുമല്ലേ ദൈവമേ ആദ്യം തന്നെ റെഡിയാക്കി കൊടുക്കാതെ സാധനം വന്നില്ല ഇത് തന്നെ പഞ്ചസാര ഇതെന്താ ഇനിയുണ്ടോ അപ്പൊ ഇതൊരു പഞ്ചസാര കിട്ടിയിട്ടില്ലേ ഇതല്ലേ പഞ്ചസാര ഇത് ജ്യൂസ് തന്നെ ആവുമോ അവസാനം നിന്നോ പഞ്ചസാര പഞ്ചസാര എന്നാ അതെടുത്ത് ഇടണം ഞാൻ എന്ത് തന്നാലും ഇടണോ അതിനകത്ത് ഇനി എന്താ വേണ്ടേ പഞ്ചസാര വന്നില്ലേ ഓ ദൈവമേ എന്നാ അതോ രക്ഷപ്പെട്ട് കഴിഞ്ഞില്ലേ ജ്യൂസിന്റെ പരിപാടി കഴിഞ്ഞില്ലേ പഞ്ചസാര വന്നോ അപ്പോ കഴിഞ്ഞു എല്ലാം ആയിട്ടുണ്ട് ഓക്കെ എടുക്കട്ടെ എടുക്കാണ് പഞ്ചസാര ഇട്ടോ അപ്പൊ ആദ്യം എന്തൊക്കെയായിരുന്നു എന്റെ കണ്ണ് കാണുന്നില്ലല്ലോ ഇപ്പൊ ഇതിനകത്ത് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു തോന്നല്ലേ തിന്നാൻ വേണ്ടി ഒരുക്കിയ സാധനം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് മഞ്ഞ കളർ ബത്തക്കാണ് ഇപ്പൊ ഞാൻ മഞ്ഞപ്പൊടിയോ പിന്നെ മഞ്ഞപ്പൊടി കൊറേ ഞാൻ ശരിക്കും പഞ്ചസാര എന്താ ഐസ് കറക്റ്റ് എനിക്ക് കിട്ടിയോ മഞ്ഞപ്പൊടി തന്നു 2 പ്രാവശ്യം കണ്ട് 2-3 പ്രാവശ്യം പിന്നെ ഒരു മുളക് പൊടി പിന്നെ മുളക് പൊടി തന്നു മുളക് പൊടി തന്നതാണ് മുളക് പൊടി തന്നില്ലേ ഇപ്പൊ തന്നു പിന്നെ പച്ചമുളക് പിന്നെയാണ് ഉപ്പ് എല്ലാം തന്നു ഏകദേശം പിന്നെ ലാസ്റ്റ് ആണ് പഞ്ചസാര ചേട്ടാ അങ്ങ് കലക്കി ഇഷ്ടപ്പെട്ടോ എന്നാ പിന്നെ അങ്ങ് കലക്കി വരട്ടെ എന്താ ടേസ്റ്റ് അറിയാം നമുക്ക് കൊതി വരുന്നുണ്ടാ അതെന്താ മര്യാദ കുടിച്ചാ നമ്മൾ ഷെയർ ചെയ്യാനൊരു വാക്കോട് ഇല്ല ആക്കാൻ പോവുകയാണ് ഗൈസ് വല്ലാത്ത അവസ്ഥയായി ഇതുപോലെ ആരും അനുകരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ബത്തക്ക നമ്മൾ മിക്സിയിലാക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാവും നമുക്ക് അറിയതിന്റെ അവസാനം സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ല നീ കുടിക്കണം കേട്ടോ നമുക്കിത് ഇവിടെ ഉള്ളവരെല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം വേണ്ട ടീച്ചർ ഫസ്റ്റ് മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥയാവോ അയ്യോ എന്താ മണം
ഇത് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങത്തില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ബത്തക്ക ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കാണുമ്പോ ഇച്ചിരി ലുക്കൊക്കെ ഉണ്ടല്ലേ, കാണുമ്പോ ഒരുമാതിരി വല്ലാത്ത കളറുണ്ടല്ലോ. ഇതെന്നാ ഓറഞ്ച് ജ്യൂസോ? പുറത്ത് എഴുതിയിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ്, പക്ഷെ നമ്മൾ ബത്തക്ക ജ്യൂസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര സിപ്പ് അടിക്കേണ്ടി വരും? ടിൻസിന് ഇഷ്ടമുണ്ടെങ്കിൽ മൊത്തം കുടിച്ചോ, പക്ഷെ നീ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ജ്യൂസ് നല്ല കലങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ, ആരും കൊതിക്കരുത്. ഞാനിത് കുടിക്കുന്നതിന് ഒരു അമ്മയ്ക്കും കൊടുത്താലോ? ടിൻചൻ കുടിച്ചിട്ട് മതി. കുടിക്ക എന്തോ തിട്ടാണോ? ഇമാതിരി സാധനം ഞാൻ ജന്മത്ത് കുടിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് കുടിച്ചു നോക്കിയേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുടിക്കാൻ എന്തായാലും നമ്മള് ചലഞ്ച് ഏറ്റെടുത്തതല്ലേ. നല്ലോണം കുടിക്കണേ, നല്ലോണം കുടിക്കണം. കുടിക്കാതെ നല്ലോണം കുടിക്കും. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നല്ലോണം കുടിച്ചേ. കുടിക്ക്. മഞ്ഞപ്പൊടിയുടെ എങ്ങനെയുണ്ടാ മൂടി? അതെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മഞ്ഞപ്പൊടി എത്ര വട്ടം കിട്ടി? 3 പ്രാവശ്യം കിട്ടി. അതാണ് ഇച്ചിരി വൃത്തികേടായിപ്പോയി. അതായത് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ, എരിവുമല്ല മധുരവുമല്ല. എന്തൊരു മുഖത്തെ ആ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ജ്യൂസിന്റെ അവസ്ഥ. മൊത്തം കുടിക്കാൻ പറ്റിയ ഞാൻ ടീച്ചറിന് സമ്മാനം തരും. ഇല്ല, വേണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോ നമ്മുടെ ഗ്യാങ് ടോക്ക് കുക്കിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ കുടിച്ചു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ കേട്ടോ. വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ്. ഇത് ആരും അനുകരിക്കരുത് കേട്ടോ, കാരണം കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിപ്പെടും കേട്ടോ. അപ്പൊ ഇതൊരു ഗെയിം ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണുക. അപ്പൊ നമ്മള് കൂടുതൽ ഗെയിം വീഡിയോസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അയ്യോ ചുണ്ട് ഇവിടൊക്കെ നീറി പുകയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുക്കളയിൽ കയറിയിട്ടുള്ള ഇമാതിരി പരിപാടീസ് ഇല്ല. ഇനി നമ്മൾ വേറെ അടിപൊളി ഗെയിംസ് ഒക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല ഗെയിം വീഡിയോസ് ഒക്കെ അല്ലെ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ജ്യൂസും നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തതുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരിക. അപ്പം ഇന്നത്തേക്ക് നമ്മൾ യാത്ര പറയാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.